അമൽ മേരിയ സുബി. ഞാൻ പർത്താന ഇടവകയിലെ അംഗമാണ്. ഞാൻ മുണ്ടക്കയം സെൻറ് ജോസഫ് ഗേൾസ് ഹൈസ്കൂളിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ കൂടെ ഇന്ന് വന്നിരിക്കുന്നത് പപ്പായും അമ്മയും ചേട്ടായും ആണ്. ഞാൻ ഏറെയധികം ബഹുമാനിക്കുന്ന എൻ്റെ വികാരിയച്ഛൻ ഫാദർ തോമസ് ചില്ലക്കൽ, ഇടവകയിൽ പുതിയതായി പട്ടം സ്വീകരിച്ച ഫാദർ മാത്യു വെങ്ങാലൂർ, എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട് നൽകുന്നുണ്ട്. അമലു ഞങ്ങളുടെ ഇടവക കൂട്ടായ്മയിലെ ഏറ്റവും മിടുക്കിയായ കുട്ടികളിൽ ഒരാളാണ്. എല്ലാ ദിവസവും തന്നെ വിശുദ്ധ കുർബാനയിൽ, പ്രഭാതത്തിൽ വിശുദ്ധ കുർബാനയിൽ പള്ളിയിലെത്തുകയും ഗാനശുശ്രൂഷയിലൂടെ വിശുദ്ധ കുർബാന അർപ്പണം കൂടുതൽ ഭക്തിസാന്ദ്രമാക്കുകയും ചെയ്യുന്നു. അമലുവിൻ്റെ ശാലീനത എല്ലാവരെയും ഹൃദ്യമായി ആകർഷിക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ നടത്തിയ കലാസന്ധ്യയിൽ അമലുവിൻ്റെ സാന്നിധ്യം എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ചെറുപുഷ്പ മിഷൻ ലീഗിൽ സജീവമായി പ്രവർത്തിക്കുന്നതിലൂടെ അമലു ഇത്രമാത്രം വളരാനായിട്ട് സാധിച്ചു. ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ കലോത്സവങ്ങളിൽ മേഖലാതലത്തിലും രൂപതാതലത്തിലും സംസ്ഥാന തലത്തിലും അമലുവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അമലുവിന് എല്ലാ വിജയങ്ങളും ദൈവാനുഗ്രഹവും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മോൾ അമലു ശാലോമിൽ പാടി ഇത്രയും ഉയരങ്ങളിലെത്തിയത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അവൾ ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പർത്താൻ ഇടവക്കാരായ ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള മുഹൂർത്തമാണിത്. കാരണം ഞങ്ങളുടെ സ്വന്തമായ, ഞങ്ങളുടെ എല്ലാമായ അമലു ഇത്രയും ഉയരങ്ങളിലേക്ക് വന്നത്, പാട്ടുപാടി വളരെ ഉയരങ്ങളിലേക്ക് എത്തിയത് ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം പർത്താനം ഇടവക കൂട്ടായ്മയിൽ നിന്ന് ഒരു കൊച്ചുപിടിക്ക് ഉയരങ്ങളിലേക്ക് എത്തുന്ന ഇടവക്കാരായ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷം പകരുന്ന ഒരു സമയമാണ്. അപ്പം തുടർന്നുള്ള അമലുവിൻ്റെ ജീവിതത്തിൽ ദൈവം അമലുവിനെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഇടവക്കാരായ ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്ന പാട്ട് ദിവ്യകാരുണ്യമേ ഈശോ എന്ന ഒരു ഗാനമാണ്. ഈ ഗാനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ ഒരു കാരണമുണ്ട്. കാരണം നമ്മെ ദൈവത്തിന് മുഴുവനായി സമർപ്പിക്കുന്ന ഒരു ഫീല് എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പാട്ട് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം. ഈശോ
എൻ്റെ പേര് സ്നേഹ. ഞാൻ കീഴൂർ മൗണ്ട് കാർമൽ ചർച്ചിലെ അംഗമാണ്. സെൻറ്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കീഴൂരിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ കൂടെ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഫാദർ സെബാസ്റ്റ്യൻ പുഴക്കരയും അപ്പയും അമ്മയും അപ്പച്ചനും അമ്മച്ചിയും അനിയനുമാണ്. സ്നേഹയെ എനിക്ക് നന്നായിട്ടറിയാം. പാടാനേറെ കഴിവുള്ള കുട്ടിയാണ്. പാലരൂപതയിലെ ഫൊറോന രൂപതാതല മത്സരങ്ങളിൽ പാട്ടിന് എ ഗ്രേഡും പലയിടങ്ങളിലും 1ാം സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. സ്നേഹയ്ക്ക് പ്രത്യേകിച്ച് പാട്ടിന് പരിശീലനമൊന്നും കിട്ടിയിട്ടുള്ള കുട്ടിയല്ല. എങ്കിലും വളരെ നന്നായി തന്നെ പാടുന്നുണ്ട്. ഭാവിയിൽ വളരെ നല്ല രീതിയിൽ ദൈവസ്തുതികൾ പാടുവാനായിട്ട് സ്നേഹയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സ്നേഹയുടെ പാട്ട് കേൾക്കുവാൻ ഒത്തിരി ആളുകളുണ്ടാകട്ടെ. കൂടുതൽ പേര് സ്നേഹയിലൂടെ ദൈവത്തിൻ്റെ ഗീതികൾ കേൾക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും. ചെറിയ ക്ലാസ്സുകൾ മുതൽ തന്നെ പഠിക്കാനുള്ളൊരു കഴിവുണ്ട്. അതോടൊപ്പം തന്നെ പാടാനും ഒരു നല്ല കഴിവുണ്ടായിരുന്നു. അത് കൂടുതൽ പരിശീലനങ്ങൾക്ക് പോയില്ലെങ്കിൽ തന്നെയും അൾത്താര ഗായക സംഘത്തിൽ അംഗമാകുവാനും അതിലൂടെ കൂടുതൽ ദൈവരൂപിയിൽ വളരുവാനും കൂടുതൽ ആത്മീയ കാര്യങ്ങളിൽ വ്യാപൃതയാകുവാനും അവളെക്കൊണ്ട് കഴിഞ്ഞു. പ്രത്യേകിച്ച് പ്രോത്സാഹനം ഞങ്ങൾ രണ്ടുപേരും കൊടുത്തിരുന്നു. അതുകൂടാതെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും നല്ല ഒരു പ്രോത്സാഹനം നൽകിയിരുന്നു. പ്രത്യേകിച്ച് മ്യൂസിക് പഠിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തന്നെയും ശാലോം ടി വിയോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുകയും അതിലൂടെ കൂടുതൽ ശ്രദ്ധിക്കുകയും ടി വിയിലൂടെ വരുന്ന പാട്ടുകൾ കൂടുതൽ മനഃപ്പാഠമാക്കുവാനും പ്രാക്ടീസ് ചെയ്യുവാനുമൊക്കെയുള്ളൊരു കഴിവ് സ്നേഹയ്ക്കുണ്ടായിരുന്നു. ഞാനിന്ന് പാടാൻ പോകുന്നത് ഗാനം മരിയാമ്പിക എന്ന് തുടങ്ങുന്നതാണ്. ഇത് പാടാൻ ഒരു കാരണവുമുണ്ട്. ഞാനൊരു ദിവസം സ്കൂളിൽ വൈകി ചെന്നപ്പോൾ അവിടെ മാതാവിൻ്റെ കൊന്തമാസമായിരുന്നു. മരിയാമ്പിക എന്ന് തുടങ്ങുന്ന ഗാനമാണ് അവിടെ അന്ന് ആലപിച്ചിരുന്നത്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പോൾ ആ പാട്ട് എഴുതിയെടുത്തു. എന്നിട്ട് ഞാൻ തീരുമാനിച്ചു എന്തായാലും ഇനി അടുത്ത മത്സരത്തിന് ഞാൻ ആ പാട്ട് തന്നെ പാടുമെന്ന്. മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ
എൻ്റെ പേര് അതുൽ ഫ്രാൻസിസ്. ഞാൻ മണ്ണാർപ്പാറ സെൻറ്റ് സേവിയേഴ്സ് സ്കൂളിൽ ഒരു ഗായകനാണ്. ഞാൻ ഡീപ്പോൾ നസ്രത്തുകളിലാണ് പഠിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് ഫാദർ ജോസഫ് പാനമ്പുര, ചേട്ടായി അക്ഷയ് ഫ്രാൻസിസ്, അമ്മ അമ്മച്ചി. അതുൽ ഫ്രാൻസിസ് സെൻറ്റ് സേവിയേഴ്സ് മണ്ണാർപ്പാറ പള്ളിയിലെ അൽത്താര ബാലനും ചർച്ച് കൊയറിലെ ഏറ്റവും നന്നായിട്ട് ഗാനങ്ങൾ ആലപിക്കുന്ന ഒരു കുട്ടിയുമാണ്. വളരെ കഠിനാധ്വാനിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഗാനം മാധുരിയിൽ ലയിച്ച് അനേകം പേര് ദൈവാനുഭവത്തിലേക്ക് വരുന്നതായി അറിയാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരൻസിനെയും സഹോദരനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ അറിയപ്പെടുന്ന നല്ലൊരു ക്രിസ്തീയ ഭക്തി ഗായകനായിട്ട് അദ്ദേഹം വളർന്നു വരട്ടെ എന്ന് പ്രത്യേകം ആശംസകൾ നേർന്നുകൊള്ളുകയും ചെയ്യുന്നു. ഞാനിന്ന് പാടാൻ പോകുന്നത് തിരുവോസ്തി അൾത്താരയിൽ എന്നൊരു ഗാനമാണ്. ഈ ഗാനം എടുക്കാൻ കാരണം തന്നെ എൻ്റെ മരിച്ചുപോയ പപ്പയ്ക്ക് ഈ ഗാനം ഞാൻ പാടുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ ഈ പാട്ടെടുത്തത്. തിരുവോസ്തിയായി അൽത്താര
എൻ്റെ പേര് സാന്ദ്ര ജിജി. ഞാൻ ഭരണങ്ങാനം സെൻറ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ വികാരിയച്ഛൻ റെവറൻ ഫാദർ ജോസ് അഞ്ചേരിയിൽ. ഇതെൻ്റെ കൊച്ചച്ഛൻ റെവറൻ ഫാദർ പോൾ പാറയ്ക്കൽ. ഇതെൻ്റെ അച്ചാച്ച, ഇതെൻ്റെ അമ്മ. ഭരണങ്ങാനം ഇടവാംഗമായ സാന്ദ്ര നല്ല പാട്ടുകാരിയാണ്. അവൾക്കത് നന്നായിട്ട് പാടുവാനുള്ള കഴിവ് ലഭിച്ചത് ഒരുപക്ഷെ പള്ളിയിലെ കൊയറിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഗാനങ്ങൾ ആലപിക്കുന്നുകൊണ്ടായിരിക്കാം. സ്കൂളിൽ പഠിക്കുന്ന ആ കുഞ്ഞിന് നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുകയാണ്. ഇവൾക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ പാടുന്ന പാട്ട് ഞാനിറങ്ങുവാൻ താരാട്ട് പാട്ടുമായി അരികിൽ അണയുന്ന എൻ്റെ ഈശോയെക്കുറിച്ചാണ്. കാരണം എനിക്ക് എല്ലാ അനുഗ്രഹവും ചെയ്തു തന്നത് എൻ്റെ ഈശോയാണ്. അതുകൊണ്ട് എൻ്റെ ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ് ഈ പാട്ടിലൂടെ.